അല്ല, ഇക്കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാർ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? യുവതീ പ്രവേശനം വേണം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിന് അത്തരത്തിലൊരു മാറ്റമുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് യുവതീ പ്രവേശനമാകാമെന്നാണ്. അപ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ ഇവിടെ സ്വീകരിച്ചിരുന്നു. അതിന് വിശദമായ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിലും എല്ലാം നടന്നതാണ്. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഏതാണ്ട് 300 പേജുള്ള ഒരു വിധി അന്ന് പുറപ്പെടുവിച്ചപ്പോൾ ആ വിധി എന്തെന്ന് പോലും പരിശോധിക്കാതെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ അന്ന് തിരുവനന്തപുരത്ത് പ്രസ് മീറ്റിംഗ് നടത്തി പറഞ്ഞത് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്നാണ്. ആ വിധി എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണത്. ബലം പ്രയോഗിച്ചായിട്ടായാലും അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. പക്ഷേ അതിൽ നിന്ന് മാറി അവർക്കിപ്പോൾ അയ്യപ്പ ഭക്തന്മാരോട് വളരെ കാരുണ്യമാണ്, ഞങ്ങൾക്കിപ്പോൾ അയ്യപ്പ സ്നേഹമാണെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറാവണം. ഇവിടുത്തെ ഭക്തജനങ്ങളോട്, അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറഞ്ഞ് ആ അഫിഡവിറ്റ് പിൻവലിച്ചിട്ട് ഇത്തരമൊരു ഉദ്യമത്തിന് അവർ തിരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും സ്വാഗതം ചെയ്തേനെ. അപ്പോൾ ഇതിനിടയിൽ അവരുടേതായ രാഷ്ട്രീയ ലാഭം, അവിടുത്തെ സാമ്പത്തികമായ നേട്ടം, ഇക്കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്. കാരണം നേരത്തെ സൂചിപ്പിച്ചു, RSS എൻ്റെ നിലപാട് പറഞ്ഞു, ഇതിലൊന്നും യാതൊരു കാര്യമില്ലെന്ന് ഇവിടുത്തെ പൊതുസമൂഹം എല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ കേവലം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവിടെ ഈ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ എന്ത് രാഷ്ട്രീയ ലാഭം ഇടതുപക്ഷ സർക്കാരിനുണ്ടാക്കും എന്ന് ഉള്ള നേട്ടം മാത്രം ആഗ്രഹിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമുദായത്തെ എല്ലാം പ്രീണിപ്പിച്ച് നോക്കിയിട്ട് അതിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ഭൂരിപക്ഷ സമൂഹത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇപ്പോൾ ഒരു ഹിന്ദു പ്രീണനം നടത്താം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്ക്, ഹൈന്ദവ സമൂഹത്തിനും ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് കൃത്യമായ നിലപാടുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ കണ്ടു, ഈ അഫിഡവിറ്റ് പിൻവലിക്കുന്നതിനെക്കുറിച്ചൊക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ പിൻവലിച്ചുകൊണ്ട് ജനങ്ങളോട്, അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയുവാൻ കേരള സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. അല്ലെങ്കിൽ സംശയദൃഷ്ടിയിൽ മാത്രമേ ഇക്കാര്യത്തിൽ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നിലപാട്.